نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له واشهد أن لا إله إلا الله وحده لا شريك له واشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. أمن هو قانت آناء الليل ساجدا وقائما يحذر الآخرة ويرجو رحمة ربه قل هل يستوي الذين يعلمون والذين لا يعلمون إنما يتذكر أولو الألباب. رب اشرح لي صدري ويسر لي أمري വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സൃഷ്ടാവും സംരക്ഷകനും പരിപാലകനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും കാത്തു സൂക്ഷിച്ച് ഭക്തനായ ജീവിതം മുന്നോട്ട് ക്രമീകരിക്കണമേ എന്ന് എന്നോടെന്ന പോലെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. നാളിതുവരെ നാം ചെയ്ത എല്ലാ സൽക്കർമ്മങ്ങളും ഉന്നതമായ കർമ്മമാക്കി അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുകയും മുത്തഖിയായി മുവഹിദായി ജീവിച്ച് മരണപ്പെടുവാൻ മഹാഭാഗ്യം നൽകി നമ്മെ ഏവരെയും റബ്ബ് സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. വളരെ വേഗത്തിലാണ് 2 മാസ വേനലവധിക്കാലം നമ്മിൽ നിന്നും കൊഴിഞ്ഞുപോയത്. ഏതാനും ദിവസങ്ങൾക്കപ്പുറം അല്ലെങ്കിൽ 2 ദിവസങ്ങൾക്കപ്പുറം നമ്മിൽ പല വീടുകളിലും പുതിയ അധ്യയന വർഷത്തിൻ്റെ ആരംഭം എന്നോണം നമ്മുടെ മക്കൾ സ്കൂളുകളിലേക്കും മറ്റുമൊക്കെ പോകാൻ തയ്യാറായി നിൽക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ തയ്യാറാക്കിയവരുമാണ് നമ്മിൽ പലരും. കൊണ്ടുപോകാനുള്ള പുതിയ ബാഗും ഈ വർഷം ധരിക്കാനുള്ള പുതിയ യൂണിഫോമുകളും വേണ്ട നോട്ട് പുസ്തകങ്ങളും ടെക്സ്റ്റ് ബുക്കുകളും എല്ലാം തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നവർ. പക്ഷെ ഇവിടെ വളരെ ആത്മാർത്ഥമായി ചോദിക്കാനുള്ള ഒരു ചോദ്യം, മക്കൾക്ക് വേണ്ടതെല്ലാം തയ്യാറാക്കി രക്ഷിതാക്കൾ ഇരുത്തി ചിന്തിച്ചുകൊണ്ട് ആലോചിക്കേണ്ട വിഷയം, അവരെ മനസ്സുകളെ, അവരെ ആത്മാക്കളെ തയ്യാറാക്കുവാൻ നമ്മളെ കൊണ്ട് സാധ്യമായിട്ടുണ്ടോ എന്നുള്ളതാണ്. സ്കൂളിലേക്ക് വേണ്ടി, ക്യാമ്പസിലേക്ക് വേണ്ടി നമ്മൾ അവരെ ഒരുക്കി വിടുമ്പോൾ ജീവിതത്തിലേക്ക് വേണ്ടി നമ്മൾ അവരെ മനോഹരമായി കൊണ്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടോ എന്നുള്ള, ഒരുക്കുന്നുണ്ടോ എന്നുള്ള വളരെ ഗൗരവപ്പെട്ടൊരു ചോദ്യവും ചിന്തയും നമ്മുടെ മനസ്സിലുണ്ടാകണം. ഇസ്ലാമിൽ വിദ്യാഭ്യാസത്തിന് വളരെയധികം മഹത്വമുണ്ട്. നമ്മൾ വളരെ ആത്മാർത്ഥമായിട്ട് ആലോചിച്ചാൽ ഈ ലോകത്തെ മാറ്റിമറിക്കുവാൻ പോകുന്ന ഇസ്ലാം എന്ന മതത്തെ, ഇസ്ലാം എന്ന ദീനിനെ ഈ ലോകത്തേക്ക് അള്ളാഹു പരിചയപ്പെടുത്തുമ്പോൾ, ആ ദീനിനെ തുടങ്ങുമ്പോൾ ആദ്യമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറക്കുന്നത് ഏതെങ്കിലുമൊക്കെ ഒരു വാളല്ല. ഒരു വാള് കൊണ്ട്
പടുത്തുയർത്തപ്പെട്ട മതത്തിൻ്റെ പേരല്ല ഇസ്ലാം. ഇസ്ലാം ഇവിടെ ആവിർഭവിക്കുന്ന ഏതെങ്കിലും ഒക്കെ രാഷ്ട്രീയ ഭരണഘടന എന്നോണം അങ്ങനെയും ആവിർഭവിച്ച ഒന്നല്ല. ഒരു ആർമി ട്രെയിനിങ് കൊണ്ട് തുടങ്ങിയ ഒന്നുമല്ല ഇസ്ലാം. രാഷ്ട്രീയം കൊണ്ട് ആരംഭിച്ച മതത്തിൻ്റെ പേരുമല്ല. മറിച്ച് ഇസ്ലാം എന്ന മതത്തിൻ്റെ ആവിർഭാവം ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടാണ്, വായിക്കുക എന്നാണ്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കുക എന്നു പറഞ്ഞാൽ വിജ്ഞാനം കൊണ്ട് ഈ മതം ഇവിടെ സമ്പന്നമായി എന്നർത്ഥം. യുദ്ധങ്ങൾ കൊണ്ടോ കൺട്രോളുകൾ കൊണ്ടോ അധികാരങ്ങൾ കൊണ്ടോ പവർ കൊണ്ടോ ഒന്നുമല്ല എന്നർത്ഥം. ആലോചനകൾക്ക് പ്രാധാന്യം കൊടുത്ത മതം, വിജ്ഞാനത്തിന് പ്രാധാന്യം കൊടുത്ത മതം, മനസ്സിലാക്കലിന് പ്രാധാന്യം കൊടുത്ത മതം. എന്തുകൊണ്ടാണ് അങ്ങനെ? ഇസ്ലാം എന്ന മതം ഇവിടെ ഭൂമി കീഴടക്കാൻ വേണ്ടി വന്നതല്ല എന്നും മനുഷ്യരുടെ മനസ്സുകളെയാണ് ഇസ്ലാമിനെ കീഴടക്കാനുള്ളത് എന്നുള്ള ചിന്ത ഇസ്ലാമിനുണ്ട്. അതിനാദ്യം മനസ്സിലാക്കേണ്ടതും തിരുത്തേണ്ടതും അശ്രദ്ധമായ ഹൃദയങ്ങളെ സംസ്കരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ സംസ്കരിക്കപ്പെട്ട ഹൃദയങ്ങളിൽ മാത്രമേ ഇസ്ലാം എന്ന പുണ്യമായ മതത്തിന് സ്ഥാനമുണ്ടാവുകയുള്ളൂ എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ സുന്നത്ത് കൊണ്ടാണത്. എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ ആത്മാർത്ഥമായി ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ അവിടെ ഒരു അറേബ്യയെ നമ്മൾക്ക് കാണാം. ഗോത്രങ്ങൾ തമ്മിൽ തർക്കങ്ങളും കുതർക്കങ്ങളും മാത്രമായി ജീവിച്ചിരുന്ന ഒരു സമൂഹത്തെക്കുറിച്ച്, അന്ധകാരത്തിൽ മാത്രം ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തെക്കുറിച്ച്, മദ്യത്തിനും യുദ്ധത്തിനും പെണ്ണിനും വേണ്ടി മാത്രം തൻ്റെ സമ്പത്തും തൻ്റെ ആരോഗ്യവും തൻ്റെ വിനോദങ്ങളും മാത്രം അതിൽ മാത്രം കേന്ദ്രീകരിച്ചൊരു സമൂഹത്തെക്കുറിച്ച്, അനീതി മാത്രം നിറഞ്ഞാടിയ ഒരു കാലഘട്ടം നമ്മൾക്ക് വായിക്കാം. ജീവനോടെ പെൺമക്കളെ കൊലപാതകം ചെയ്തു കളഞ്ഞ തലമുറകൾ നമ്മൾ വായിക്കുന്നു. പക്ഷെ ആ തലമുറയെ വിശുദ്ധ ഖുർആൻ 23 വർഷം കൊണ്ട് സംസ്കരിച്ച് കുൻതും ഖൈറ ഉമ്മ, നിങ്ങളാണ് ഏറ്റവും നല്ല ഉത്തമ സമൂഹം എന്ന് വിശേഷിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. എങ്ങനെയാണ് സാധ്യമായത്? ഖുർആൻ ചോദിക്കുന്ന ചോദ്യം സൂറത്ത് സുമറിന്റെ 39ാമത്തെ സൂറത്ത് സുമറിന്റെ 39ാമത്തെ അധ്യായം 9ാമത്തെ സൂക്തം, ഖുൽ ഹൽ യസ്തവില്ലദീന യഅലമൂൻ വല്ലദീന ലാ യഅലമൂൻ, അറിവുള്ളവനും അറിവില്ലാത്തവനും തുല്യരാകുമോ എന്നാണ് ഖുർആൻ മനോഹരമായി കൊണ്ട് ചോദിക്കുന്ന ചോദ്യം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഒരു മരുഭൂമി സമൂഹത്തെ ലോകത്തിന്റെ അധ്യാപകനാക്കി റബ്ബ് സുബ്ഹാനഹു വ തആല പരിവർത്തിപ്പിക്കുന്നു. ഇടയന്മാരായ ഒരു പറ്റം മനുഷ്യരെ ഈ ലോകത്തിന്റെ പണ്ഡിതന്മാരാക്കി അള്ളാഹു ഉയർത്തുന്നു. വെറും കച്ചവടക്കാരായിരുന്ന മനുഷ്യരെ ലോകത്തിന്റെ നേതാക്കന്മാരായി പടച്ച റബ്ബ് ഉയർത്തുന്നു. വെറും സാധാരണക്കാരായ മനുഷ്യരെ ചരിത്രത്തിലെ വലിയ മാറ്റങ്ങൾക്ക് തിരുത്തലുകൾക്ക് കാരണക്കാരായ മനുഷ്യന്മാരാക്കി പടച്ച റബ്ബ് ഉയർത്തുന്നു. എന്താണ് റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർക്ക് ചെയ്ത ദൗത്യം എന്ന് പറയുന്നത്? വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ, അവരെ തത്വജ്ഞാനം പഠിപ്പിച്ചു, അവരെ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. എന്ന് പറഞ്ഞാൽ വിജ്ഞാനം കൊണ്ടാണ്, വിജ്ഞാനമാണ് അറിവാണ് ഈ ലോകത്തെ മാറ്റിമറിക്കുവാൻ പോകുന്ന ഏറ്റവും വലിയ മനോഹരമായ ഒരു ഘടകമെന്ന് ഇസ്ലാം നമ്മളെ മനോഹരമായി പഠിപ്പിക്കുകയാണ്. നമ്മൾക്ക് വിജ്ഞാനമില്ലാതെ നമ്മൾക്ക് അധികാരമുണ്ടായാൽ അത് അപകടമാണ് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. നമ്മൾക്ക് വിജ്ഞാനമില്ലാതെ സമ്പത്തുണ്ടായാൽ നമ്മൾക്കത് വിനാശകരമാണ് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. നമ്മൾക്ക് വിജ്ഞാനമില്ലാതെ നമ്മൾ ടെക്നോളജിയിൽ വലിയ അപ്ഡേറ്റുകളായിട്ട് മാറിയാൽ അതിവിടെ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുമെന്നാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇന്ന് മനുഷ്യൻ ചന്ദ്രനിലെത്തുന്നുണ്ട്, പക്ഷേ അവനവൻ്റെ ഹൃദയത്തെ നിയന്ത്രിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് മനുഷ്യർ എന്തുകൊണ്ടാണ് മാറുന്നത്? ഇന്ന് AI ഉണ്ട്, ഇന്റർനെറ്റ് ഉണ്ട്, ഇൻഫർമേഷനൊക്കെ ഇവിടെ ഓവർലോഡായി നമ്മൾക്ക് ചുറ്റുമുണ്ട്. പക്ഷേ ഇന്ന് മനുഷ്യർക്ക് അവൻ്റെ ജീവിതത്തിൻ്റെ സമാധാനം നഷ്ടമായി കൊണ്ടിരിക്കുന്നു. മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ ലക്ഷ്യം എന്താണ് എന്ന് നഷ്ടമായി കൊണ്ടിരിക്കുന്നു. മനുഷ്യർക്ക് അവൻ്റെ ജീവിതം എങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന ദിശ, ഡയറക്ഷൻ നഷ്ടമായ മനുഷ്യകുലമായി ഇന്ന് സമൂഹം മാറിക്കൊണ്ടിരിക്കുന്നു. അതെന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാകുന്നത്? അവർക്ക് വിജ്ഞാനമില്ലാത്തത് കൊണ്ടല്ല, ഇൻഫർമേഷൻ ഇല്ലാത്തത് കൊണ്ടല്ല, മറിച്ച് വിസ്ഡമില്ലാത്തത് കൊണ്ടാണ്, ഹിക്മത്ത് ഇല്ലാത്തത് കൊണ്ടാണ്, വിവേകമില്ലാത്തത് കൊണ്ടാണ്. ആ വിവേകം നമ്മൾക്കൊരിക്കലും ഗൂഗിൾ നൽകണം
പഠിക്കണമെന്നില്ല എന്ന ബോധ്യമുണ്ടാകണം. ഗൂഗിൾ നമ്മൾക്ക് ഒരുപാട് ഡാറ്റകൾ നൽകിയേക്കാം, അറിവുകൾ നൽകിയേക്കാം. പക്ഷേ വിശുദ്ധ ഖുർആനാണ് നമ്മൾക്ക് ജീവിതത്തിന്റെ ദിശ നൽകുക എന്ന തിരിച്ചറിവുണ്ടാകണം. ഇവിടെ ഇന്നു കഴിഞ്ഞ് നാളെ കഴിഞ്ഞ് മറ്റന്നാൾ മുതൽ ക്യാമ്പസുകളിലേക്ക് കടന്നു പോകുന്ന, സ്കൂളുകളിലേക്ക് കടന്നു പോകുന്ന ഒരു പറ്റം വിദ്യാർത്ഥിനികൾ ഉണ്ടാകും. നിങ്ങൾ പഠിച്ചോളൂ, നിങ്ങൾ ഫിസിക്സ് പഠിച്ചോളൂ, നിങ്ങൾ കെമിസ്ട്രി പഠിച്ചോളൂ, നിങ്ങൾ ബയോളജി പഠിച്ചോളൂ. നിങ്ങൾ പഠിക്കുന്ന വിഷയത്തിലൊക്കെയും നിങ്ങൾ വളരെ മനോഹരമായ സ്ഥാനങ്ങൾ കരസ്ഥമാക്കിക്കോളൂ. ഇസ്ലാം അതിനൊന്നും എതിരല്ല. ഇസ്ലാം നമ്മളോട് പഠിക്കണ്ട എന്ന് പറഞ്ഞിട്ടേ ഇല്ല. പക്ഷെ പഠിക്കണം, പർപ്പസോടുകൂടി പഠിക്കണം. ഞാൻ എന്തിനു പഠിക്കുന്നു എന്ന ബോധ്യമുണ്ടാകണം. നിങ്ങൾ ഡോക്ടറായിക്കോളൂ, മാനവരാശിയെ രക്ഷിക്കുന്ന ഡോക്ടറായി നിങ്ങൾക്ക് മാറാൻ കഴിയട്ടെ. നിങ്ങൾ എഞ്ചിനീയർ ആയിക്കോളൂ, വളരെ ആത്മാർത്ഥമായി പടച്ച റബ്ബിനെ പേടിക്കുന്ന എഞ്ചിനീയറായി നിങ്ങൾ മാറിക്കോളൂ. നിങ്ങൾ സയന്റിസ്റ്റായി മാറിക്കോളൂ. നിങ്ങൾ വിനയമുള്ള ഹമ്പിളായ മനുഷ്യരായി നിങ്ങൾ മാറിക്കോളൂ. പക്ഷേ അള്ളാഹു ഇല്ലാതെ ഒരു മനുഷ്യൻ ഒരു പക്ഷേ അറിവൊക്കെ നേടാൻ കഴിഞ്ഞേക്കാം. പടച്ചോ ഇല്ല എന്ന് വിശ്വസിക്കുന്നവനും പടച്ചോ അറിവ് കൊടുക്കും, വിജ്ഞാനം കൊടുക്കും. പക്ഷേ അയാളൊന്നും ജ്ഞാനികളാകണമെന്നില്ല. അയാൾക്ക് തൻ്റെ വിജ്ഞാനം കൊണ്ട് വെളിച്ചം കിട്ടണമെന്നില്ല. അറിവോടുകൂടി വിവേകത്തോടുകൂടി പടച്ച റബ്ബിനെ മനസ്സിലാക്കാൻ കഴിയാത്ത വിജ്ഞാനം നമ്മൾക്ക് എന്തു നേട്ടമുണ്ടാക്കുന്നു? ഇസ്ലാം എല്ലാവർക്കും വിജ്ഞാനം മനോഹരമായി ലഭിക്കണമെന്ന് പഠിപ്പിച്ച മതമാണ്. എന്ന് പറഞ്ഞാൽ പ്രായ ജാതി ഭേദമന്യേ എല്ലാവരും ഇൽമ് പഠിക്കണമെന്ന് പഠിപ്പിച്ച മതം. യുദ്ധത്തിൽ തടവുകാരാക്കി ശത്രുക്കൾ പിടിക്കപ്പെട്ട സമയം അവരോട് മോചനദ്രവ്യമായി കൊണ്ട് പറഞ്ഞതുപോലും നിങ്ങൾ ഞങ്ങൾക്ക് എഴുത്തും വായനയും പഠിപ്പിച്ചു തരൂ എന്നാണ്. നമ്മളിങ്ങനെ സ്കൂൾ കാലഘട്ടം കഴിഞ്ഞു, കോളേജ് കാലഘട്ടം കഴിഞ്ഞു, എനിക്ക് എഴുതാനും വായിക്കാനൊന്നും അറിയില്ല എന്ന് വരെ നാണക്കേടോടുകൂടി പറയണ്ട എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത്. നിങ്ങൾ പരിശ്രമിക്കൂ എന്നാണ് പഠിപ്പിച്ചത്. നിങ്ങൾ അധ്വാനിക്കൂ എന്നാണ് പഠിപ്പിച്ചത്. നിങ്ങൾ വിജ്ഞാനത്തോട് ദാഹമുള്ള മനുഷ്യരായിട്ട് മാറൂ എന്നാണ് ഖുർആൻ പഠിപ്പിച്ചത്. മൻസലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന. ഒരാൾ അറിവ് തേടി അന്വേഷിച്ചുകൊണ്ട് യാത്ര പുറപ്പെട്ടാൽ ആ യാത്ര ഉടനീളം അയാൾ സ്വർഗത്തിന്റെ പാതയിലാണ് എന്ന് പഠിപ്പിച്ച മനോഹരമായ മതം. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ നേടുന്ന വിജ്ഞാനങ്ങൾ കൊണ്ട്, വിദ്യാഭ്യാസം കൊണ്ട്, എഡ്യൂക്കേഷൻ കൊണ്ട് നമ്മൾ അത് വെറും മാർക്കുകൾ മാത്രമല്ല എന്നും, അത് കേവലം ഒരു ജോലിക്ക് വേണ്ടി മാത്രമല്ല എന്നും, അതൊരു അമാനത്താണ് എന്ന തിരിച്ചറിവ് നമ്മൾക്കുണ്ടാകൽ, ഒരു ഉത്തരവാദിത്തമാണ് എന്ന ബോധ്യമുണ്ടാകൽ, ഇത് റെസ്പോൺസിബിലിറ്റിയാണ് എന്ന കടമ നിറവേറ്റുന്ന അവസ്ഥയിലേക്ക് നമ്മൾക്ക് എത്താൻ കഴിയണം. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിഗ്രികൾ കൊണ്ട് നമ്മൾക്ക് വേണമെങ്കിൽ നമ്മുടെ ഒരു കരിയർ നമ്മൾക്ക് ബിൽഡ് ചെയ്യാൻ പറ്റിയേക്കാം. പക്ഷേ നമ്മുടെ നോളേജ് കൊണ്ട്, നമ്മുടെ അറിവ് കൊണ്ട് നമ്മൾക്ക് തഖ്വ നേടിയെടുക്കാൻ കഴിയുമ്പോൾ മാത്രമാണ് നമ്മൾ നല്ല ഒരു ക്യാരക്ടറുള്ള, നല്ല വ്യക്തിത്വമുള്ള മനുഷ്യനായിട്ട് മാറുക എന്നാണ് മനസ്സിലാക്കേണ്ടത്. ആത്മാർത്ഥമായി രക്ഷിതാക്കളോട് പറയട്ടെ, നമ്മളിങ്ങനെ ഇബ്രാഹിം നബിയുടെ ഓർമ്മകൾ അയവിറക്കിക്കൊണ്ടിരിക്കുന്ന മാസത്തിലൂടെ കടന്നു പോകുകയാണല്ലോ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മക്കളെ ഇങ്ങനെ ഒരു പ്രൊജക്റ്റായിട്ട് കണ്ട മനുഷ്യന്മാരല്ല, ഒരു പ്രവാചകനല്ല. മക്കളിങ്ങനെ എൻ്റെ സ്റ്റാറ്റസ് ഉയർത്താൻ വേണ്ടിയുള്ള സിമ്പലായിക്കൊണ്ട് അടയാളമായി കണ്ട വാപ്പയല്ല. മറിച്ച് അദ്ദേഹം മക്കൾ അമാനത്താണ് എന്ന് തിരിച്ചറിഞ്ഞൊരു വാപ്പയാണ്, ഉത്തരവാദിത്തമാണ് എന്ന് മനസ്സിലാക്കിയ പിതാവാണ്. ആ ഉത്തരവാദിത്ത ബോധത്തിൽ നിന്നാണ് അദ്ദേഹം പടച്ച റബ്ബിനോട് പ്രാർത്ഥിക്കുന്നത്. അദ്ദേഹം ആദ്യം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച, പടച്ചോനെ എൻ്റെ കുട്ടിക്ക് നല്ല കരിയർ ഉണ്ടാകണമെന്നല്ല, നല്ല ഭാവി ഉണ്ടാകണമെന്നല്ല, എൻ്റെ കുട്ടിക്ക് ഭാവിയിൽ കുറെ പൈസ ഉണ്ടാകണമെന്നല്ല, എൻ്റെ കുട്ടി നാളെ വലിയ അഭിമാന പുരസ്കാരം, വലിയ റാങ്ക് ഹോൾഡർ ആകണമെന്നല്ല. റബ്ബി ജഅൽനി മുഖീമസ് സ്വലാത്തി വമിൻ ദുരിയത്തി. അല്ലാഹുവേ, എന്നെയും എൻ്റെ മക്കളെയും നമസ്കാരം നിലനിർത്തുന്നവരാക്കി മാറ്റണമേ എന്നാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ മക്കൾക്ക് വേണ്ടി ആദ്യമായി പടച്ച റബ്ബിനോട് ചോദിക്കുന്ന ചോദ്യം. ഇബ്രാഹിം നബി നമ്മളെപ്പോലത്തെ ഒരു വാപ്പയല്ല, മക്കളില്ലാത്തതുകൊണ്ട് പടച്ചോനെ എനിക്കൊരു കുട്ടിനെ എങ്ങനെയെങ്കിലും തരണേ പ്രാർത്ഥിച്ച വാപ്പയല്ല. കുടുംബത്തിലെല്ലാവർക്കും പെൺകുട്ടിയാണ്, എനിക്ക് ആൺകുട്ടിനെ വേണേ പ്രാർത്ഥിച്ച വാപ്പയല്ല, ഒരു വല്യാപ്പിയല്ല. എൻ്റെ മകനൊരു കുട്ടി ഉണ്ടായി കണ്ട് മരിച്ചാൽ മതി എന്ന് പറഞ്ഞൊരു വല്യാപ്പിയല്ല. റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ. അല്ലാഹുവേ, എനിക്കൊരു കുട്ടിയെ തരണം. ആ കുട്ടി എങ്ങനെയുള്ള കുട്ടിയാകണം എന്നറിയുമോ? നിന്നെ മാത്രം ആരാധിക്കുന്ന കുട്ടിയാകണം, ദീൻ മുറുകെ പിടിക്കുന്ന കുട്ടിയാകണം, മാതാപിതാക്കളെ ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന കുട്ടിയാകണം, മക്കളെ കാരണം എനിക്ക് നാണക്കേട് വരുത്താത്ത കുട്ടിയാകണം എന്നു പ്രാർത്ഥിച്ച പ്രവാചകൻ. അത് പ്രാർത്ഥിക്ക മാത്രമല്ല, ജീവിതത്തിൽ സിലബസിന്റെ മുമ്പ് നമസ്കാരം പഠിപ്പിച്ചൊരു വാപ്പയാണ്.
നമ്മൾക്ക് അങ്ങനെ ആകണം. ആ മക്കളെങ്ങനെ പ്രോഗ്രസ് റിപ്പോർട്ട് നോക്കാൻ നമ്മൾക്ക് വലിയ ഉത്സാഹം ഉണ്ടാകും. അവർ ദിവസം റിപ്പോർട്ട് കാർഡ് നോക്കിയിട്ട് കുട്ടി ഹോംവർക്ക് ചെയ്തണോ, കുട്ടി ക്ലാസ്സിൽ എങ്ങനെയാ, ഇതൊക്കെ ചെക്ക് ചെയ്യാൻ വാപ്പാർക്കും ഉമ്മാർക്കും ഭയങ്കര ഉത്സാഹം ഉണ്ടാവും. പക്ഷെ നമ്മളൊക്കെ ഇന്ന് വരെ നമ്മുടെ മക്കളോട് എടാ നിസ്കാരത്തിന്റെ അവസ്ഥയൊക്കെ എന്താടാ ചോദിക്കലുണ്ടോ? നിസ്കരിച്ചോന്ന് ചോദിക്കണ്ടാവും. ശരി, എൻ്റെ കുട്ടിക്ക് നിസ്കരിച്ചിട്ട് എന്താ ഫീല് കിട്ടണമെന്ന് ഇന്ന് വരെ എത്ര വാപ്പമാരാണ് അവനാൻ്റെ മക്കളോട് ചോദിച്ചിട്ടുണ്ടാകുക? സുബൈ നഷ്ടപ്പെട്ടൊരു മകൻ, ആ മകന്റെ വിഷയത്തിൽ നമ്മൾക്ക് എത്ര ആവലാതി ഉണ്ട് പ്രിയരെ. ട്യൂഷൻ ക്ലാസ് മുടക്കിയ ആവലാതി പോലും അവനാൻ്റെ മക്കൾ നിസ്കരിക്കണ വിഷയത്തിൽ നമ്മൾക്ക് ഇല്ലാതാകുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈമാനികമായൊരു അവസ്ഥ എന്താ? നമ്മളിങ്ങനെ ട്യൂഷനൊക്കെ അന്വേഷിക്കാവും. 10ക്ക് എത്തി, 9ലേക്ക് എത്തി, ഇപ്പം തന്നെ തുടങ്ങട്ടെ, എന്നാൽ 10 നല്ല മാർക്ക് ഉണ്ടാവും. ഇപ്പം തന്നെ എൻ്റെ കൂടെ നിസ്കാരം തുടങ്ങിയ നല്ല മനോഹരമായി നമസ്കരിക്കുന്ന ഒരു കുട്ടിയാവും ചിന്തിക്കുന്ന മാതാപിതാക്കൾ വിരളമാണ്. ഇല്ലാന്ന് ഞാൻ പറയില്ല, വിരളമാണ്. നല്ല സ്കൂൾ അന്വേഷിക്കണ്ടാവും. പക്ഷേ നമ്മുടെ മക്കളുടെ ഈമാനെ കുറിച്ചൊന്ന് പരിധി നോക്കുന്ന രക്ഷിതാക്കൾ എത്ര എണ്ണമുണ്ട് എന്ന് ആത്മാർത്ഥമായിട്ടൊന്ന് ആലോചിക്കും. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളിങ്ങനെ സ്കൂളുകളിലേക്ക് വിദ്യാർത്ഥികളായി ക്യാമ്പസുകളിലേക്ക് പോകുമ്പോൾ ആ ക്യാമ്പസ് ഒരിക്കലും, ആ സ്കൂൾ ഒരിക്കലും നമ്മൾക്ക് പടച്ച റബ്ബിൻ്റെ അരികിൽ നിന്നും നമ്മളെ അകറ്റുന്ന ഒരു ഇടമായി മാറാൻ പാടില്ല എന്ന് നമ്മൾ കണിശമായി തീരുമാനിക്കണം. ബാപ്പ പല കോഴ്സും പരിചയപ്പെടുത്തും, ഉമ്മാൻ്റെ അറിവ് വെച്ചും ഉമ്മാൻ്റെ ആഗ്രഹം കൊണ്ടും പല കോഴ്സിനെ കുറിച്ചും പറഞ്ഞുതരും. അവിടെ നമ്മൾ അന്വേഷിക്കണം, പഠിക്കുന്ന വിദ്യാർത്ഥികളെ കുറിച്ച് അന്വേഷിക്കണം. ദീനിയായി എൻ്റെ ദീൻ മുറുകെ പിടിച്ച് ഈമ നഷ്ടമാകാതെ ജീവിക്കാൻ പറ്റുന്ന ഇസ്ലാമികമായ വേഷവിധാനം സ്വീകരിക്കാൻ സ്വാതന്ത്ര്യമുള്ള, എനിക്ക് ളുഹർ നമസ്കരിക്കാൻ അനുവാദമുള്ള ഇടമാണോ എന്ന് അന്വേഷിക്കണം. ഇത് അന്വേഷിക്കുമ്പോൾ സാധ്യമല്ലാത്ത ഒന്നാണ് എന്ന് നോക്കിയാൽ വേറെ ക്യാമ്പസ് തിരഞ്ഞു പോകണം, വേറെ കോഴ്സ് തിരഞ്ഞു പോകണം. ബാപ്പാക്ക് അതിന് താല്പര്യം, ഉമ്മാക്ക് അതിന് ഇഷ്ടം, ഇതൊന്നും ദീനല്ല എന്ന ബോധ്യം ഉണ്ടാകണം. നമ്മൾ 2 വർഷം 3 വർഷം ക്യാമ്പസ് ജീവിതം കൊണ്ട് നമ്മൾക്ക് നമ്മുടെ നമസ്കാരം എന്ന ശീലം നഷ്ടമായി പോകാൻ പാടില്ല. ഹറാമായ ബന്ധങ്ങൾ നമ്മൾ വീണു പോകാൻ പാടില്ല. മുസ്ലിം എന്ന ഐഡന്റിറ്റി, വ്യക്തിത്വത്തെ നമ്മൾ നഷ്ടപ്പെടുത്തുന്ന മനുഷ്യരായി മാറാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ എത്രയോ മനുഷ്യർ നഷ്ടപ്പെടുത്തിയ, അവനെ കളങ്കപ്പെടുത്തിയ ഇടം ക്യാമ്പസുകളാണ്. അതെന്തുകൊണ്ടാണ് നഷ്ടമാകുന്നത്? അയാളുടെ ഇസ്ലാം വീക്കായത് കൊണ്ടല്ല, അയാളുടെ ഉള്ളിലുള്ള ഈമാനിന്റെ അളവ് കുറഞ്ഞതുകൊണ്ടാണ്. ഫസ്തഖിം കമാ ഉമിർത, നിന്നോട് കൽപ്പിക്കപ്പെട്ടതുപോലെ ഉറച്ചു നിൽക്കണമെന്നാണ് ദീൻ നമ്മളെ പറഞ്ഞത്. നമ്മുടെ +2 സർട്ടിഫിക്കറ്റ് കയ്യിൽ പിടിച്ചുകൊണ്ട്, ഡിഗ്രി സർട്ടിഫിക്കറ്റ് കയ്യിൽ പിടിച്ചുകൊണ്ട്, SL സർട്ടിഫിക്കറ്റ് കയ്യിൽ പിടിച്ചുകൊണ്ട് നമ്മൾക്ക് പറയാൻ കഴിയണം, ഞാൻ ഈ 2 വർഷം 3 വർഷം 5 വർഷത്തെ ക്യാമ്പസ് ജീവിതം കഴിഞ്ഞ് എൻ്റെ കയ്യിൽ സർട്ടിഫിക്കറ്റ് കിട്ടും. അല്ലാഹുവേ, ഈ സർട്ടിഫിക്കറ്റ് ഞാൻ നേടിയെടുത്തത് നിന്നെ വെറുക്കുന്ന ഒന്നും കൊണ്ടല്ല എന്ന്, നിന്നെ മറന്നുകൊണ്ട് നേടിയെടുത്ത ഒന്നല്ല എന്ന്, നീ എന്നെ പഠിപ്പിച്ച ഇസ്ലാമിൻ്റെ വാല്യൂസ്, ഇസ്ലാമിൻ്റെ മൂല്യങ്ങൾ കളങ്കപ്പെടുത്തിക്കൊണ്ട് ഞാൻ നേടിയെടുത്ത ഒന്നല്ല എന്ന് അഭിമാന പുരസ്കാരം പറയാൻ നമ്മൾക്ക് സാധ്യമാകണമെന്നർത്ഥം. എന്ന് പറഞ്ഞാൽ +1ലേക്ക് പ്രവേശിക്കുന്ന മുഅ്മിനത്തായി ഒരു കുട്ടി പ്രവേശിക്കുമ്പോൾ, +2 കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ആ ഇസ്ലാം എൻ്റെ കയ്യിൽ ഉണ്ടാകണമെന്ന്, നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥാവിശേഷത്തിലേക്ക് മാറുതെന്ന് തീരുമാനിക്കാൻ നമ്മളെ കൊണ്ട് സാധ്യമാകണമെന്നർത്ഥം. ഇവിടെ ആത്മാർത്ഥമായി മക്കൾ അറിയണം, നിങ്ങളുടെയൊക്കെ മാതാപിതാക്കൾ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. എൻ്റെ മക്കൾ ഇതൊന്നും മനസ്സിലാക്കിയിരുന്നെങ്കിൽ, എന്തുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് അവരൊന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ എന്ന് നമ്മുടെ മാതാപിതാക്കൾ ആഗ്രഹിക്കുന്ന വിഷയം. അതിലൊന്നാമത്തേത്, നമ്മുടെയൊക്കെ വാപ്പമാർക്ക് പേടിയാണ്. ഞങ്ങൾക്ക് പേടിയാണെന്ന് അവർ പറയണേ. സമൂഹം ഞങ്ങളെ പല വിഷയങ്ങളും പറഞ്ഞ് പേടിപ്പിക്കുന്നുണ്ട്. ആ പേടി ഞങ്ങൾ നിങ്ങളിലേക്ക് ഇങ്ങനെ ഭയപ്പാടായിട്ട് വരുത്തില്ല. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുറേ കാര്യങ്ങളെക്കുറിച്ച് പേടിയാണ്. എൻ്റെ കുട്ടി ഏതെങ്കിലും മൊബൈൽ അടിമത്തത്തിലേക്ക് വീണു പോകുമോ എന്ന് എനിക്ക് പേടിയുണ്ട് എന്നൊരു വാപ്പര മനസ്സിലുണ്ട്. എൻ്റെ മക്കളെങ്ങാനും ഒരു മോശപ്പെട്ട സൗഹൃദങ്ങൾ വീണു പോകുമോ എന്ന് ഉമ്മ കാവലാതിയുണ്ട്. ഏതെങ്കിലും രഹസ്യബന്ധങ്ങൾ എൻ്റെ മക്കൾ പെട്ടുപോകുമോ എന്ന് മാതാപിതാക്കൾ ആശങ്കയുണ്ട്. എൻ്റെ മക്കളുടെ ഈമാൻ ദീൻ കുറഞ്ഞു പോകുമോ എന്ന പേടിയുണ്ട്. എൻ്റെ മക്കളുടെ ഭാവി എന്താകുമെന്ന ആവലാതിയുണ്ട്. ഈ ആവലാതികൾ ഒരു പക്ഷെ അവർ നിങ്ങളോട് ചീത്തകളായി പറഞ്ഞേക്കാം. അതൊരിക്കലും അവർക്ക് നിങ്ങളോട് ദേഷ്യമുള്ളത് കൊണ്ടല്ല, മറിച്ച് അവർക്ക് നിങ്ങൾ നഷ്ടപ്പെടുമോ എന്ന ഭയമുള്ളത് കൊണ്ടാണ്. നമ്മൾ വളരെ ആത്മാർത്ഥമായി ചിന്തിക്കണം. പല കാര്യങ്ങളും നമ്മുടെ വാപ്പയും ഉമ്മയൊക്കെ നമ്മളോട് പറയാത്തത് നമ്മൾക്ക് വേദനയാകുമെന്ന് വിചാരിച്ചിട്ടാണ്. എൻ്റെ കുട്ടിക്ക് പ്രയാസമാകണ്ട എന്ന് കരുതിയിട്ട്
വേണ്ടിയിട്ടാണ്. നമ്മുടെ പല ഇഷ്ടങ്ങൾക്കും നഷ്ടങ്ങളാണ് എന്ന് തിരിച്ചറിവുണ്ടായിട്ടും മൗനമായി അനുവാദം നൽകുന്നത്. അവർക്കറിയാം ഞങ്ങളാരും ഒരു പെർഫെക്റ്റ് ആയ വാപ്പയും ഉമ്മയും അല്ല എന്ന് അവർക്കറിയാം. അവരെ മനസ്സിൽ അതുണ്ട്. ഒരു പക്ഷേ നിങ്ങളുണ്ടായപ്പോഴാകും നിങ്ങളുടെ ഉമ്മ ആദ്യമായിട്ട് ഉമ്മയായത്, ആദ്യമായിട്ട് വാപ്പയായത്. നമ്മുടെ വാപ്പയും ഉമ്മയും ഒന്നും ഏതെങ്കിലും ഒരു പാരന്റിങ് കോഴ്സ് എടുത്ത ആൾക്കാരൊന്നുമല്ല. അവർക്ക് അവരുടേതായ ന്യൂനതകൾ ഉണ്ടാകും, അവരുടേതായ കുറവുകൾ ഉണ്ടാകും, അവരുടേതായ അതിൻ്റെതായ കുറവുകളും ഒക്കെ ഉണ്ടാകും. അത് ആത്മാർത്ഥമായിട്ട് ഉൾക്കൊള്ളുന്ന ഒരു മനസ്സ് നമ്മൾക്കുണ്ടാകണം എന്നുള്ളതാണ്. നമ്മൾ അകന്നു പോകുമ്പോൾ അവർക്ക് വേദനയുണ്ട്, അവർക്ക് വേദനയുണ്ട്. 5ാം ക്ലാസ്സും 6ാം ക്ലാസ്സും പഠിക്കുന്ന ഒരു ആൺകുട്ടി വാപ്പാന്റെ ബൈക്കിന്റെ ബാക്കിൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ചു പോകുമ്പോൾ ആ വാപ്പാക്ക് സന്തോഷമുണ്ട്. അതേ ആൺകുട്ടി 10ാം ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ ഞാൻ സ്കൂളിലേക്ക് ആക്കി തരാമെന്ന് വാപ്പ പറയുമ്പോൾ ഞാൻ ചങ്ങായിമാരെ കൂടെ പൊയ്ക്കോളാം, നിങ്ങളെയൊക്കെ ബാക്കിൽ വന്നാൽ അത് എനിക്കൊരു മടിയാ എന്ന് വാപ്പന്റെ മുഖത്ത് നോക്കി പറയാതെ പറയുന്ന മക്കളുണ്ട്. ഇനി വാപ്പാന്റെ ബാക്കിൽ ഇരിക്കുകയാണെങ്കിൽ തൊട്ട ഒളു മുറിയണ പോലെ അകന്നിരിക്കണ മക്കളുണ്ട്. വാപ്പന്റെ മനസ്സിലുണ്ടാകും എവിടെയാണ് ഞങ്ങൾക്ക് ഇത്ര വലിയ അകൽച്ച സംഭവിച്ചു പോയത് എന്ന്. അത് വളരെ ആത്മാർത്ഥമായിട്ട് ഉൾക്കൊള്ളാൻ കഴിയണം. നമ്മുടെ മാതാപിതാക്കളുടെ ജോലികളൊന്നും നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ അഭിമാന പുരസ്കരം അവരെ പരിചയപ്പെടുത്താൻ തടസ്സമാകരുത്. ഇവിടെ ഇരിക്കുന്ന ഓരോ മനുഷ്യരും വ്യത്യസ്തരാണ്. നമ്മളൊക്കെ ധരിച്ച വസ്ത്രത്തിന്റെ വില വ്യത്യസ്തമാണ്. നമ്മളെല്ലാവരും ഇന്ന് കഴിച്ച രാവിലത്തെ ഭക്ഷണം വ്യത്യസ്തമാണ്. ചിലർക്ക് ഇന്ന് മനോഹരമായ ഭക്ഷണം ഉണ്ടാകും, പക്ഷെ എല്ലാവരുടെയും വിശപ്പ് എന്നൊരവസ്ഥയെ നമ്മുടെയൊക്കെ വാപ്പമാർ അവരെ ജോലികൾ കൊണ്ട് പരിഹരിച്ചവരാണ്. നമ്മളൊക്കെ ഇന്ന് പള്ളിയിലേക്ക് വന്ന വസ്ത്രവും നമ്മൾ ധരിച്ച ഷൂസും ചെരുപ്പും ഒക്കെ വ്യത്യസ്തമായ വിലയാകും. നമ്മളാരും നമ്മുടെ വാപ്പാന്റെ കയ്യിൽ പൈസ ഇല്ലാത്ത കാരണം കൊണ്ട് ചെരുപ്പിടാതെ റോട്ടുമ്പോൾ കൂടെ ചൂടേറ്റുകൊണ്ട് ഈ പള്ളിയിൽ വന്ന ആൾക്കാരല്ല. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അടിസ്ഥാനപരമായ ആവശ്യങ്ങളൊക്കെ, നിങ്ങൾ നേടിയെടുക്കുന്ന വിദ്യാഭ്യാസത്തിന്റെ കോഴ്സിന്റെ പൈസകളൊക്കെ നിങ്ങളുടെ വാപ്പയുടെ പകലന്തിയോളമുള്ള അധ്വാനങ്ങളാണ് എന്നും ആ അധ്വാനത്തെ വിലമതിക്കുന്ന മക്കളാകണം. നിങ്ങളെ വിയർപ്പ് മണക്കുണ്ട് വാപ്പ എന്ന് പറയുന്ന മക്കളായി നമ്മൾ മാറാൻ പാടില്ല എന്ന തിരിച്ചറിവുണ്ടാകണം. ഇതേപോലെ അവനാന്റെ മക്കള് മനസ്സിൽ പറയുന്ന എൻ്റെ വാപ്പിയമ്മയൊക്കെ എന്നെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്ന് ആലോചിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമതായി വാപ്പിയമ്മയും മനസ്സിലാക്കണം, മുഖാറനത്ത് ഇസ്ലാമിൽ ഒരിക്കലും പാടില്ല. അവരെ കമ്പയർ ചെയ്യരുത്. അത് അവർക്ക് ഇഷ്ടമേ അല്ല. നിങ്ങൾ ഇന്നെ കമ്പയർ ചെയ്യലേ, അപ്പുറത്തോൻ ഇപ്പുറത്തോനാക്കി താരതമ്യം ചെയ്യലേ, ഇത് നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളോട് വെറുപ്പുണ്ടാക്കും. രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ അവർക്ക് ഇങ്ങനെ നമ്മുടെ ക്ലാസ് കേൾക്കാനൊന്നുമല്ല ഇഷ്ടം, അവരെ ഇങ്ങനെ കേൾക്കലാണ് അവർക്കിഷ്ടം. അവരോട് അവരെ കൂടെ വർത്തമാനം പറഞ്ഞിരിക്കാൻ ഒരാളായിട്ട് ബാപ്പയും ഉമ്മയും ഉണ്ടായിരുന്നെങ്കിൽ എന്നവർക്ക് താല്പര്യമാണ്. മൂന്നോ, അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ കുട്ടിയൊക്കെ നോർമലായി, അല്ല, അവർ ചിലപ്പോൾ അങ്ങനെ സ്ട്രോങ് ആയിട്ട് അഭിനയിക്കും. അവരുള്ളിൽ ഇങ്ങനെ വലിയ ആശങ്കയുടെ വലിയ യുദ്ധങ്ങളൊക്കെ നടക്കുന്നുണ്ടാകും. പിന്നെ അവർ പറയും ഞങ്ങൾ കുട്ടികളാണ്, കൗമാരാണ്, പ്രായത്തിന്റെ പൊട്ടിത്തെറികൾ ഉണ്ടാകും. അപ്പൊ അമ്മ ഞങ്ങൾക്ക് പ്രശ്നങ്ങൾ പറ്റും, ഞങ്ങളെ പ്രശ്നങ്ങളെ പേരിൽ ഞങ്ങളെ വല്ലാതെ കുറ്റപ്പെടുത്തണ വാപ്പിയമ്മി ആകല്ലേ എന്നവരെ മനസ്സിലുണ്ട്. പ്രിയരെ, ഞങ്ങളൊന്ന് വിശ്വസിക്കുകയും ഒക്കെ നിർത്തിക്കണം, അവസാനിപ്പിച്ചിട്ട് പിന്നെയും സംശയത്തിന്റെ കണ്ണോടുകൂടി ഞങ്ങളെ ഇങ്ങനെ പെരുമാറി എന്ന് പറയുന്ന മക്കൾ നമ്മുടെയൊക്കെ കൂട്ടത്തിലുണ്ട്. മക്കൾ അധികം ആൺകുട്ടികളും ആഗ്രഹിക്കും എൻ്റെ വാപ്പ ഇന്നെ ഒന്ന് ചേർത്ത് വിളിച്ചിരുന്നെങ്കിൽ. ഇവിടെ ഭൂരിഭാഗം വാപ്പാർ, എല്ലാവരും ഞാൻ പറയില്ല, പല വാപ്പാരും വെറും പ്രൊവൈഡേഴ്സാണ്. അങ്ങനെ പറഞ്ഞാൽ ആവശ്യമുള്ള കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നുണ്ടാവും. ഡ്രസ്സ് വാങ്ങി കൊടുക്കുന്നുണ്ടാവും, പൈസ കൊടുക്കുന്നുണ്ടാവും, ഭക്ഷണം കൊടുക്കുന്നുണ്ടാവും, യൂണിഫോം ഒക്കെ. സ്നേഹത്തിൻ്റെ വിഷയത്തിൽ മാത്രം നമുക്കത് പരിചയമില്ല. അത് വാപ്പാനും ഇമ്മാനും കുറ്റമല്ല, മറിച്ച് അവരെ ഉമ്മയും ബാപ്പയും അവരെ എങ്ങനെയാണോ പരിപാലിച്ച് ഇതേ അവർക്ക് അറിയുള്ളൂ. ഇതേ ഒരു പക്ഷെ നിങ്ങൾക്ക് പരിചയമാണ്, പക്ഷെ നിങ്ങളുടെ കുട്ടി ഇതിനേക്കാളും അപ്പുറം ആഗ്രഹിക്കുന്നുണ്ടാവും. അവൻ കാണുന്ന വീഡിയോകളിലോ കൂട്ടുകാരെ വീട്ടിലെ മാതാപിതാക്കളെ സ്നേഹമോ ഒക്കെ എൻ്റെ വാപ്പയും എൻ്റെ ഉമ്മയും എനിക്ക് നൽകിയിരുന്നെങ്കിൽ എന്നവരാഗ്രഹിക്കുന്നുണ്ടാകും. മല്ലാ യർഹം വലാ യുർഹം, കരുണ കാണിക്കാത്തവർക്ക് കാരുണ്യം നൽകപ്പെടുകയില്ല എന്നാണ് പഠിപ്പിച്ചത്. നമ്മുടെ കുട്ടിയെ ഒന്ന് അവസാനമായിട്ട് ചേർത്തു പിടിച്ച് എന്നാണ് എന്ന് വളരെ ആത്മാർത്ഥമായിട്ടൊന്ന് ആലോചിക്കുക. മക്കളെ ഇങ്ങനെ ചേർത്തു പിടിച്ച് ഉള്ള മാർക്ക് മതിയടാ, കുഴപ്പമില്ല, കുറെ
നോക്കിയില്ലേ, ഇനി ബാക്കി നമുക്ക് നോക്കാം എന്ന് ധൈര്യം കൊടുത്ത എത്ര ബാപ്പമാർ. ഇക്കഴിഞ്ഞ ദിവസത്തിന്റെ മുമ്പ് റിസൾട്ടുകൾ വന്നപ്പോൾ ചേർത്ത് പിടിച്ച എത്ര മാതാപിതാക്കൾ ഉണ്ടാകുന്നു. സ്വയം ആലോചിച്ചാൽ മതി. പറഞ്ഞു വന്നത്, നമ്മുടെ വീട് നമ്മൾക്ക് മനോഹരമാക്കാൻ കഴിയും. നമ്മുടെ മക്കൾക്ക് നമ്മൾ വിജ്ഞാനത്തിന് വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുമ്പോൾ അവൻ്റെ ദീൻ നഷ്ടപ്പെടുത്താതിരിക്കാൻ എല്ലാ പരിശ്രമങ്ങളും വളരെ ആത്മാർത്ഥമായി നിർവഹിക്കുവാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നിടത്താണ് നമ്മൾക്ക് വിജയമുണ്ടാകുക. റഹ്മാനായ റബ്ബ് നമ്മുടെയും നമ്മുടെ മക്കളുടെയും ഒക്കെ ജീവിതത്തിൽ അറിവിൻ്റെയും ദീനിൻ്റെയും ഒക്കെ വിഷയത്തിൽ മനോഹരമായ വെളിച്ചം നമ്മൾക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹില്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. ഒരു മുസ്ലിമായ വിദ്യാർത്ഥിയുടെ ജീവിതത്തിൽ അവൻ ഏറ്റവും അധികം മുൻഗണന കൊടുക്കേണ്ട വിഷയം അവൻ്റെ നമസ്കാരത്തിൻ്റെ വിഷയമാകണം. ക്യാമ്പസിലേക്ക് എത്തുമ്പോഴും ആ ചുറ്റുപാടിലേക്ക് നമ്മൾ നടന്നു പോകുമ്പോഴും അവിടെ നമ്മൾക്ക് നല്ല സൗഹൃദങ്ങളുണ്ട് എന്ന് ഉറപ്പ് വരുത്തണം. അൽ മർഉ അലാ ദീനി ഖലീലി, ഒരാൾ അയാളുടെ സുഹൃത്തിൻ്റെ ദീനിലായിരിക്കും എന്നാണ് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ 12 മുതൽ 20 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ നമ്മുടെ മക്കളുടെ കൂട്ടുകെട്ടനുസരിച്ചായിരിക്കും അവൻ്റെ ജീവിതവും ഭാവിയും ഒക്കെ ഉണ്ടാവുക. എല്ലാവിധ ആസക്തികളിലേക്കും അടിമത്തത്തിലേക്കും കടന്നു പോകുന്ന പ്രായമാണ് ഈ കൗമാര കാലഘട്ടം. പക്ഷെ 25 വയസ്സ് വരെ ഒരു മനുഷ്യൻ അത്തരം അടിമത്തത്തിൻ്റെ വിഷയങ്ങളിലേക്ക് കടന്നു പോകാതിരുന്നാൽ പിന്നെ അയാൾ ലഹരിയാകട്ടെ, തോന്നിവാസങ്ങളാകട്ടെ, മറ്റെന്തു അടിമത്തമാകട്ടെ, അതിലേക്ക് കടന്നു പോകാനുള്ള സാധ്യതകൾ വളരെ വിരളമാണ് എന്നാണ് ശാസ്ത്രീയമായ പഠനങ്ങൾ. നമ്മൾക്ക് അതുവരെയും നമ്മുടെ മക്കൾക്ക് ഒരു ബൗണ്ടറി തീർക്കുവാൻ പ്രത്യേകമായ ശ്രദ്ധയുണ്ടാകണം. ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ ഒരു ടൈം ടേബിൾ പോലെയാണ് എന്നാണ്. നമ്മുടെ ജീവിതത്തിന് കൃത്യമായ ചിട്ടയുണ്ടാകണം, ഒരു ഡിസിപ്ലിൻ ഉണ്ടാകണം. ഏത് വിഷയത്തിനും കൃത്യമായ സമയക്രമീകരണങ്ങൾ നമ്മൾ പാലിക്കണം. അവനവൻ്റെ അധ്യാപകരെ മനോഹരമായി ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന വിദ്യാർത്ഥിയാകണം. അറിവ് പഠിപ്പിച്ചവൻ്റെ മുമ്പിൽ അടിമയെപ്പോലെ ജീവിക്കണമെന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. അയാൾ എന്ത് അറിവ് പഠിപ്പിച്ചാലും അറിവ് പഠിപ്പിക്കുന്ന അധ്യാപകന് അത്രമേൽ വലിയ സ്ഥാനമുണ്ട്. ഏതെങ്കിലും സോഷ്യൽ മീഡിയ റീലുകളുടെ തരംഗങ്ങളിൽ അവനവൻ്റെ അധ്യാപകൻ്റെ മുഖത്ത് നോക്കി കയർത്ത് സംസാരിക്കുന്നതും അയാൾക്കെതിരെ മറ്റു കോപ്രായങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നതൊക്കെ വലിയ ആണത്തമായി വിചാരിക്കുമെങ്കിൽ ഭാവിയിൽ അതൊക്കെയും നിങ്ങൾക്ക് കുറ്റബോധമുണ്ടാക്കുന്ന വിഷയങ്ങൾ മാത്രമായിരിക്കും ഉണ്ടാവുക എന്ന് തിരിച്ചറിവുണ്ടാകണം. നമ്മുടെ ശ്രദ്ധ തിരിച്ചുവിടുന്ന എല്ലാത്തിൽ നിന്നും അകന്നു നിൽക്കാൻ വളരെ ആത്മാർത്ഥമായ ശ്രദ്ധയും ഉണ്ടാകണം. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ആത്മാർത്ഥമായി നിങ്ങൾ പഠിച്ചോളൂ, ആത്മാർത്ഥമായി ജീവിതത്തിൽ അധ്വാനിച്ചോളൂ, വലിയ സ്വപ്നങ്ങൾ നിങ്ങൾ കണ്ടോളൂ. നിങ്ങൾ ഡോക്ടർ ആയിക്കോളൂ, എഞ്ചിനീയർ ആയിക്കോളൂ, ടീച്ചർ ആയിക്കോളൂ, സയൻറ്റിസ്റ്റ് ആയിക്കോളൂ, ഓൺട്രപ്രണർ ആയിക്കോളൂ, ആരുമായിക്കോട്ടെ. പക്ഷേ ഇസ്ലാം ഒരിക്കലും നമ്മുടെ സ്വപ്നങ്ങൾക്കൊന്നും എതിരായ മതമല്ല. പക്ഷെ പഠിക്കുന്ന വിഷയം അള്ളാഹുവിൻ്റെ ദീൻ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാൻ പറ്റിയ ജോലിയാണ് എന്ന് ഉറപ്പുവരുത്തണം. എന്താണ് മക്കൾ പഠിക്കാൻ പോകുന്നത്? സംഗീതം പഠിക്കാൻ പോവുകയാണ്. അയിമന്ന് തക്കുവള്ള കുട്ടി പുറത്തേക്ക് വരൂല. എന്താ പഠിക്കാൻ പോണേ? ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ പോവുകയാണ്. എന്താ പഠിക്കണേ? ഹെയർ ഹോസ്റ്റസ് ആകാനാണ്. മദ്യം വിളമ്പേണ്ടി വരും. ഒരു പെൺകുട്ടി മുട്ടുവരെയുള്ള വസ്ത്രം ധരിക്കേണ്ടി വരും. ഇസ്ലാം അനുവദിക്കുന്ന ജോലിയേ അല്ല. അതുകൊണ്ട് അവനവൻ പഠിക്കാൻ പോകുന്ന ജോലി മതപരമായിട്ട് അള്ളാഹു എനിക്ക് അനുവദിച്ചതാണോ എന്ന്, എൻ്റെ ദീ നഷ്ടമാകുന്ന ഒന്നാണോ എന്ന് വളരെ ആത്മാർത്ഥമായി കൊണ്ട് ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യാൻ ആത്മാർത്ഥമായ സമീപനം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകണം. അള്ളാഹു നമ്മൾക്ക് ബുദ്ധി നൽകിയിട്ടുണ്ട്. ആ ബുദ്ധിക്ക് നമ്മൾ വളരെ ആത്മാർത്ഥമായി പടച്ച റബ്ബിന് നന്ദി കാണിക്കണം. നമ്മൾക്ക് ലഭിച്ച മാർക്കുകൾ അള്ളാഹുവിൻ്റെ വലിയ നിഅമത്ത് കൊണ്ടാണ് എന്ന് തിരിച്ചറിവുണ്ടാകണം. നമ്മുടെ തലച്ചോറിൻ്റെ ഫംഗ്ഷൻ സ്റ്റോപ്പായി പോയാൽ ടോപ്പറായ നമ്മളൊക്കെയും വെറും സാധാരണമായ കുട്ടിയിലേക്ക് മാറിപ്പോകുമെന്ന ചിന്തയുണ്ടാകണം. നമ്മൾക്ക് രോഗം വന്നാൽ നമ്മുടെ മെമ്മറി ഇപ്പോൾ നഷ്ടമായി പോയാൽ അതോടുകൂടി തീരാവുന്നതേ ഉള്ളൂ. ഒരുപക്ഷെ നമ്മുടെ ഭാവി എന്ന് നാം ആശങ്കപ്പെടുന്ന ലോകം മുഴുവൻ. അതുകൊണ്ട് ഒരിക്കലും
നമ്മൾ നമ്മുടെ ബുദ്ധിയെയോ ചിന്തയെയോ നമ്മുടെ ഒരു മെമ്മറി പവറിനെയോ ഒന്നും അനന്തമായി കൊണ്ട് അതിനെ ആരാധിക്കുന്ന മനുഷ്യരാകാതെ അതെല്ലാം നൽകിയ പടച്ച റബ്ബിനോട് നന്ദിയുള്ള മനുഷ്യരാകണം. വമാ ബികും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്, നിങ്ങൾക്കുള്ള എല്ലാ അനുഗ്രഹവും അത് അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്നാണ് മതം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇന്ന് ഒരുപാട് കുട്ടികൾ അവർ സ്കൂളുകളിലേക്ക് പോകുന്നുണ്ട്. അവരെ മാതാപിതാക്കൾ അവർക്ക് വേണ്ട എല്ലാ ഭക്ഷണ ലഞ്ച് ബോക്സുകളും ബാഗും ഒക്കെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നുമുണ്ട്. പക്ഷേ ഞാൻ വീണ്ടും തുടക്കത്തിലേതുപോലെ പറയുന്നു, അവരെ ഹൃദയങ്ങളെ കൂടി ഒരുക്കി വിടാൻ മാതാപിതാക്കൾക്ക് സാധിക്കണം. രണ്ടു കാര്യങ്ങൾ ആത്മാർത്ഥമായി പഠിപ്പിക്കണം. ഒന്നാമതായി സക്സസ് എന്താണ് എന്ന്, വിജയം എന്താണ് എന്ന് പഠിപ്പിക്കുന്നതിന് മുമ്പ് അവരാരാണ് എന്ന് അവരെ മാതാപിതാക്കൾ പഠിപ്പിക്കണം. നീ ആരാണ്? നീ ഡോക്ടർ ആയിക്കോട്ടെ, എഞ്ചിനീയർ ആയിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, അതിൻ്റെയൊക്കെ മുമ്പ് എൻ്റെ കുട്ടി എന്ന് പറഞ്ഞാൽ നീ കേവലം നിന്റെ മാർക്കുകളുടെ വില മാത്രമല്ല എന്ന് പഠിപ്പിക്കണം. നീ സോഷ്യൽ മീഡിയ നിനക്കെന്ത് പ്രൊഫൈലുണ്ടോ അതൊന്നുമല്ല നീ എന്ന് പഠിപ്പിക്കണം. നീ ഇവിടെ ഏതെങ്കിലും ഫേമസ് ആയ മനുഷ്യനാണോ അതുമല്ല നീ എന്ന് പഠിപ്പിക്കണം. അതിൻ്റെയൊക്കെ മുമ്പ് ഒരു ബാപ്പയുമ്മയും മക്കളെ പഠിപ്പിക്കണം. അൻത അബ്ദുല്ലാഹ്, നീ അള്ളാഹുവിൻ്റെ അടിമയാണ് എന്ന് പഠിപ്പിക്കണം. നീ അള്ളാഹുവിൻ്റെ ദാസനാണ് എന്ന് പഠിപ്പിക്കണം. ഈ ഭൂമിയിലേക്ക് വെറുതെ സൃഷ്ടിക്കപ്പെട്ടതല്ല എന്ന് പഠിപ്പിക്കണം. നിന്റെ സൃഷ്ടിപ്പിന് ലക്ഷ്യമുണ്ട് എന്ന് പഠിപ്പിക്കണം. എന്തു വന്നാലും ആരാധന മുറുകെ പിടിക്കുക എന്നുള്ളതാണ് ജീവിതത്തിൽ ചെയ്യാനുള്ള ഏറ്റവും മനോഹരമായ ഉത്തരവാദിത്തം എന്ന് പഠിപ്പിക്കണം. രണ്ടാമതായി പഠിപ്പിക്കേണ്ടത് അംബീഷൻ കൊടുക്കുന്നതിന് മുമ്പ്, ഒരുപാട് ആഗ്രഹങ്ങൾ കുട്ടിയിൽ നിറച്ചു കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ നമ്മുടെ മക്കൾക്ക് ആഖിറം എന്താണ് എന്ന് പഠിപ്പിച്ചു കൊടുക്കണം. വൽആഖിറതു ഖൈറും വഅബ്ഖാ, ആ പരലോകമാണ് ഏറ്റവും ഉത്തമമായത് എന്ന് പഠിപ്പിക്കണം. അതാണ് ഏറ്റവും ശാശ്വതമായത് എന്ന് പഠിപ്പിക്കണം. എൻ്റെ മോൻ കുറെ പഠിച്ചിട്ട് കുറെ അധ്വാനിച്ചിട്ട് വിചാരിച്ച ജോലി കിട്ടിയില്ല എങ്കിൽ, വിചാരിച്ച മാർക്ക് കിട്ടിയില്ല എങ്കിൽ അതുകൊണ്ടൊന്നും ജീവിതം അവസാനിക്കുന്നില്ല എന്ന് മക്കൾക്ക് നിങ്ങൾ ആത്മാർത്ഥമായി പഠിപ്പിച്ചു കൊടുക്കണം. എന്നിട്ട് പറയണം, പരലോകത്തെ എൻ്റെ കുട്ടി വിജയിക്കുന്നതാണ് ഏറ്റവും മനോഹരമെന്ന്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നിങ്ങൾ നിങ്ങളുടെ പുസ്തകം വഹിക്കുന്നതിൻ്റെ കൂടെ നിങ്ങളുടെ ഈമാൻ കൂടി വഹിക്കുവാൻ നിങ്ങൾ തയ്യാറാകണം. നിങ്ങളുടെ മൈൻഡ്, നിങ്ങളുടെ ബുദ്ധി നിങ്ങൾ വളരെ മൂർച്ച കൂട്ടുന്നതിൻ്റെ കൂടെ നിങ്ങളുടെ ആത്മാവിനെ ഏറ്റവും മനോഹരമായി സംരക്ഷിക്കുന്ന മനുഷ്യരായി നമ്മൾക്ക് മാറാൻ കഴിയണം. നമ്മൾ നാളെ ഒരു ദിവസം പടച്ച റബ്ബിന്റെ മുമ്പിൽ നിൽക്കുമെന്ന ബോധ്യമുണ്ടാകണം. അന്ന് അള്ളാഹു നമ്മളോട് ചോദിക്കും നമ്മുടെ അറിവിനെ കുറിച്ച്. ആ അറിവ് കൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുവാൻ നമ്മൾക്ക് സാധ്യമായതിനെ കുറിച്ച്. അതുകൊണ്ട് ആത്മാർത്ഥമായി പഠിച്ചോളൂ, കഷ്ടപ്പെട്ട് പഠിച്ചോളൂ. പക്ഷെ ഒരിക്കലും അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ് കരസ്ഥമാക്കലാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ ഏറ്റവും വലിയ അറിവ് എന്ന് മനസ്സിലാക്കാതെ പോയാൽ നാളെ എത്ര വലിയ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടായാലും പടച്ച റബ്ബിന്റെ മതത്തെക്കുറിച്ച് നമ്മൾ അജ്ഞരാണെങ്കിൽ, ഏതൊക്കെയോ വലിയ ഫോർമുലാസ് മനപ്പാടമാണ്, കുറെ ഡെഫിനിഷൻ മനപ്പാടാണ്, കുറേയോ ഇതൊക്കെ എനിക്കറിയാം, പക്ഷെ ദീൻ എന്താണ് എന്നറിയാത്തവരാണ് നമ്മളെങ്കിൽ അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ വട്ടപൂജ്യമാണ് എന്ന ബോധ്യമുണ്ടാകണം. അട്ടർ വേസ്റ്റാണ് തിരിച്ചറിവുണ്ടാകണം. നമസ്കാരം പോലും അറിയാത്ത മക്കളായി നമ്മൾ മാറിയാൽ ആർക്കാണ് നമ്മളെക്കുറിച്ച് അഭിമാനം കൊള്ളാൻ കഴിയുക എന്ന തിരിച്ചറിവുണ്ടാകണം. അതുകൊണ്ട് ജീവിതത്തിൽ ദീൻ മുറുകെ പിടിക്കുന്ന ഒരവസ്ഥാവിശേഷം സംജാതമായി കടന്നു വന്നാൽ അതിൻ്റെതായ എല്ലാ ഉയർച്ചയും, അതിൻ്റെതായ എല്ലാ തെളിമയും, അതിൻ്റെതായ എല്ലാ അഭിമാനവും അള്ളാഹു നമ്മൾക്ക് വാരിക്കോരി നൽകും. അതാണ് ഖുർആൻ ചോദിക്കുന്ന ചോദ്യം. ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂൻ, അറിവില്ലാത്തവൻ തമ്മിൽ തുല്യമാകുമോ എന്ന ചോദ്യം വളരെ ആത്മാർത്ഥമായി ചിന്തിക്കണം. മതം ഇസ്ലാം അത്രമേൽ അറിവിനെ പ്രോത്സാഹിപ്പിച്ച മതമാണ് എന്ന ബോധ്യമുണ്ടായി. അറിവിന്റെ വിഷയത്തിൽ മനോഹരമായി കൊണ്ട് ഉയർച്ച കൈവരിക്കാൻ ദീൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, നിർബന്ധിക്കുന്നുണ്ട് എന്ന് തിരിച്ചറിവുണ്ടാവുകയും ആ ദീൻ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തയ്യാറാവുകയും ചെയ്യുക. അർഹമുറാഹിമീനായ നാഥൻ കാര്യങ്ങൾ അറിയാൻ, പഠിക്കാൻ, മനസ്സിലാക്കാൻ, ചിന്തിക്കാൻ, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമ്മൾക്ക് തൗഫീഖ് നൽകി നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഇന്നത്തെ കളക്ഷൻ നമ്മുടെ പള്ളിയുടെ പരിപാലനത്തിന് വേണ്ടിയുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട നമ്മുടെ അകമൊഴിഞ്ഞൊരു സഹകരണം ആ വിഷയത്തിൽ ഉണ്ടാകണം. റഹ്മാനായ റബ്ബ് നാം ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും, എല്ലാ സ്വതക്കുകളും, എല്ലാ ദാനധർമ്മങ്ങളും ഉന്നതമായ കർമ്മമാക്കി അള്ളാഹു നമ്മിൽ നിന്നും കബൂൽ ചെയ്യുമാറാകട്ടെ. അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട ദിവസങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ ദിനങ്ങളിൽ പടച്ച റബ്ബിന് ഏറ്റവും പ്രിയപ്പെട്ട അമലുകളിലൂടെ അള്ളാഹുവിലേക്ക് അടുക്കാൻ അള്ളാഹു നമ്മൾക്ക് തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അർഹമുറാഹിമീനായ നാഥ, അറിഞ്ഞും അറിയാതെ
എല്ലാവരെയും ചെയ്തു പോയ പാപങ്ങൾ, തെറ്റുകുറ്റങ്ങൾ നിന്റെ വിശാലമായ മഅ്ഫിറത്ത് കൊണ്ട് നീ ഞങ്ങൾക്ക് വിട്ടുപുറത്തു മാപ്പാക്കി തരണമേ റഹ്മാനെ. അർഹമുറാഹിമീനായ നാഥ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ സന്തോഷവും സമാധാനവും സായുജ്യവും ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. ഞങ്ങളുടെ മക്കളെ കണ്ണിന് കുളിർമയുള്ള ദീനിനെ സഹായിക്കുന്ന മക്കളാക്കി നീ അവരെ പരിവർത്തിപ്പിക്കണമേ റഹ്മാനെ. അർഹമുറാഹിമീനായ നാഥ, കടങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവർ ഞങ്ങളിലുണ്ട്, ദുരിതങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്, രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. എല്ലാം ദൂരീകരിച്ചു കൊടുക്കാൻ കഴിവുള്ള ഖദീറായ റഹ്മാനെ, നീ ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളെയും ഞങ്ങൾക്ക് ദൂരീകരിച്ചു നൽകണമേ അല്ലാഹ്. അല്ലാഹുമ്മ യഅഫു ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا واجر والدينا من النار. اللهم بارك لنا في اولادنا، اللهم اجعلهم من اهل الصلاه والقران، اللهم احفظ ابنائنا وبناتنا من الفتن، اللهم زدهم علما نافعا وعملا صالحا. اللهم يا مقلب القلوب ثبت قلوبنا على دينك، اللهم يا مقلب القلوب ثبت قلوبنا على دينك، اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم.